വളരെ ഈസിയാണ് ശരിക്കും അല്ലെ. ഇത് നമുക്ക് ഈ ഒരു മെഷീന്റെ കേസിൽ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ അതിന്റെ ആ ഒരു 2 പാഡ് ഉണ്ടായിരിക്കും. ഒരു ബാഗിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതില് ഈ പാഡിൽ ശരിക്കും ഇത് എങ്ങനെ എവിടെ ഒട്ടിച്ച് വെക്കണം എന്നുള്ള വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആകെ നമുക്ക് പണി ഇതെടുത്ത് ഇതിൽ കണക്ട് ചെയ്തിട്ട് മെഷീൻ ഓൺ ആക്കുക എന്നുള്ള ഇത് പാഡ് രണ്ടും ഇത് മാർക്ക് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ച് വെക്കുക, എന്നിട്ട് മെഷീൻ ഓൺ ആക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഈസി നോക്കി മെഷീൻ തന്നെ ഷോക്ക് കൊടുക്കേണ്ട കേസിൽ ഷോക്ക് ഡെലിവറി എന്നുള്ള മെസ്സേജ് മെഷീൻ തന്നെ കൊടുക്കും. ഓക്കെ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ നമുക്ക് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ എന്നാൽ വളരെ ആർക്കും അറിയാത്ത വളരെ ഒരു മെഷീൻ ബോക്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാരും വിചാരിക്കുന്നത് അതൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിരിക്കും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഐഡിയ CPR തുടങ്ങിയാൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് ഒന്നുകൂടി. AED ഓൺ ടൈമിൽ വന്ന് ഷോക്ക് കൊടുക്കാൻ പറ്റിയാൽ പിന്നെയും കൂടി എന്നുള്ളതാണ്. ഫസ്റ്റ് CPR ആണ് കൊടുക്കേണ്ടത്. ഇതെടുത്തിട്ട് വരാനുള്ള സമയം എടുക്കുമല്ലോ. എടുത്ത് വരാനുള്ള ഗ്യാപ്പ് CPR തുടങ്ങിക്കൂടാ, നമ്മളെ കൈ മതിയല്ലോ CPR തുടങ്ങുക. പിന്നെ ആരോടെങ്കിലും നമ്മൾ പറഞ്ഞു വിടുന്ന എടുത്തിട്ട് വരാം. അത് കൊണ്ടുവന്ന ഉടനെ നമുക്കത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യാൻ പറഞ്ഞ പോലെ എളുപ്പമാണ്, സിമ്പിൾ ആയിട്ട് ഓൺ ചെയ്യുക. അത് പറയും എന്ത് ചെയ്യണം എന്നുള്ളത്. നമുക്കൊരു അസിസ്റ്റന്റ് ആണ് AED. ഇനി എന്ത് ചെയ്യണം എന്നുള്ള AED പറയും. അപ്പൊ AED പറഞ്ഞ മാത്രം കേട്ട് മുമ്പോട്ട് CPR കൊടുക്കാം. പക്ഷെ CPR കൊടുക്കണം എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ അറിയണം. എവിടെ വെക്കണം കൈ, എങ്ങനെ ചെയ്യണം, ഇനി കുറച്ചൊന്ന് തെറ്റിപ്പോയോ, ഞാനന്ന് പഠിച്ചിട്ട് ശരിയായോ എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒന്ന് ലൈഫിന് വേണ്ടിയാണല്ലോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ ചോദിച്ചിരുന്നു നമ്മൾ സേഫ് ആണോ, നമുക്ക് വല്ല അല്ലെ ചെയ്ത് തെറ്റിപ്പോയാൽ ആക്ച്വലി നമ്മൾ സേഫ് ആണ് അല്ലെ. ഗുഡ് സമരിറ്റൻ ലോസ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ സേഫ് ബൈ ലോ വി ആർ സേഫ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മള് ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ ഈ പൾസ് നോക്കുമല്ലോ, ആ പൾസ് നോക്കുന്ന ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോടൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറയാം. അതല്ല ഞാൻ അതായത് നമുക്കിപ്പോ ഒരു കാരണം ഇവർക്ക് പൾസ് ഉള്ള ഒരാളെ അല്ലെങ്കിൽ CPR ചെയ്തിട്ട് അത് ആ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, സപ്പോസ് ഇപ്പൊ നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് പൾസ് ഉണ്ടോ ഇല്ലേ, ചെസ്റ്റ് റൈസ് ഉണ്ടോ എന്നൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് കൺഫേം ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ നമ്മൾ കാരണം CPR ചെയ്യേണ്ട കേസിൽ ഇപ്പൊ പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും CPR ചെയ്യണം. പിന്നെ ഇനിയിപ്പോ അതിന് മുകളിൽ വേറെ നമുക്കൊരു കോംപ്ലിക്കേഷൻ വരാനില്ല. ഏറ്റവും വരാൻ പോകുന്നത് മരണമാണ്. അതെന്തായാലും നമ്മൾ CPR ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്തായാലും മരിച്ചു. ഒന്നും വരാനില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കാരണം പല ആൾക്കാരും ചോദിക്കുന്ന ഒരു അവർക്ക് പേടി വെച്ചപ്പോ ചിലർ പറയും റിപ്സ് പൊട്ടും എന്നുള്ളത്. റിപ്സ് പൊട്ടുക എന്നുള്ളത് റിപ്സ് പൊട്ടും അല്ലെ, പല എഫക്റ്റീവ് ആയിട്ടുള്ള CPR ചെയ്യുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് റിപ്സ് പൊട്ടും. പക്ഷെ അതിനെക്കാട്ടും വലിയ കോംപ്ലിക്കേഷൻ ആള് മരിച്ചു, കാർഡിയാക് അറസ്റ്റ് എന്ന് വെച്ചാൽ ഡെത്ത് ആണ്. ആള് മരിച്ചു, അതിൽ കൂടി വരാനാ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാല് മാത്രമേ നമ്മൾ ആളുകൾ ഇതിലേക്ക് വരുള്ളൂ. ഇപ്പൊ നമ്മള് CPR കൊടുക്കാൻ ഒരുങ്ങി, അപ്പൊ ചെയ്തിട്ടും ലൈഫ് സേവ് ആയില്ല, അങ്ങനെയൊക്കെ ആവാണെങ്കിൽ നമുക്ക് അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. എന്താന്ന് വെച്ചാല് എത്ര 100% പോലും 70% പോലും ഉറപ്പൊന്നുമില്ല. 40% ചാൻസ് ആണ് നമ്മൾ രക്ഷപ്പെടാൻ പറയുന്നത്. അതായത് CPR കൊടുത്തില്ലെങ്കിൽ ആള് ജീവിക്കില്ലല്ലോ, ഉറപ്പല്ലേ. കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഇല്ല. കൊടുത്താലും ചിലപ്പോൾ ആള് ജീവിക്കും. അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടത്? ചിലപ്പോൾ ജീവിക്കാം. ഇപ്പോഴത്തെ കാർഡിയാക് അറസ്റ്റുകൾ ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ന്യൂസ് നോക്കുവാണെങ്കിൽ ഗൂഗിളിൽ എല്ലാവർക്കും നോക്കി കിട്ടും അല്ലെ. ലേറ്റസ്റ്റ് ആയിട്ട് കുറെ സെലിബ്രിറ്റീസ് മരിച്ചു. അതായത് അവര് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ മരിച്ചത് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയും വരും. അതുപോലെ ഡോക്ടേഴ്സിന്റെ CPR കൊടുത്തു അല്ലെ, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചാൻസ് കൂടുതലാണ്. CPR കിട്ടി അത് രക്ഷപ്പെടാൻ ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ എന്തായാലും രക്ഷപ്പെടില്ല. മറ്റുള്ള കേസുകൾ ഇപ്പൊ ചോക്കിങ്ങിന്റെ കേസിലൊക്കെ ഒന്നും കൂടി ചാൻസ് കൂടും ശരിക്കും അല്ലെ. അതിനാണ് റിസൾട്ട് കൂടും. നമ്മളിപ്പോ ഇതിലിപ്പോ 30-40% പറയുന്നത്. പക്ഷെ മറ്റേ കേസിലൊക്കെ അല്ലെ എത്ര %? ചോക്കിംഗ് എന്ന് പറയുന്നത് ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷനാ. അത് റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ അബ്ഡോമിനൽ ത്രസ്റ്റും ബാക്ക് സ്ലാബ്സും കൊടുക്കുക. 5 ബാക്ക് സ്ലാബ്സ് കൊടുക്കുന്ന 5 അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കും. വളരെ പെട്ടെന്ന് നമ്മുടെ ഡയഫ്രം മുകളിലോട്ട് പൊങ്ങി ലങ്സിനെ അല്ലെ നമ്മുടെ കുപ്പി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇതിനിവിടെ എന്തെങ്കിലും ബ്ലോക്ക് ആണെന്ന് കരുതാം, ഇത് കഴിഞ്ഞാൽ പുറത്തോട്ട് വരില്ലേ. അത്രയും സിമ്പിൾ ആണ്. നമ്മൾ ലങ്സ് അമർത്തുന്നു, സിമ്പിൾ ആയിട്ട് പുറത്തു വരും. ചാൻസ് വേണമെങ്കിൽ 100% കൺഫേം ആണ് അത് രക്ഷപ്പെടാൻ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ എനിവേ അത് പറയാം. കാരണം സിമ്പിൾ ആയിട്ട് ഒരാൾ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ബാക്ക് സ്ലാബ്സ് അബ്ഡോമിനൽ ത്രസ്റ്റും കൊടുക്കും. ചോക്കിങ്ങിന്റെ മാനേജ്മെന്റ് എല്ലാവരും അറിയണം. ഫുഡ് കഴിക്കുന്നു, ഒരു കയ്യിൽ ഫോൺ അല്ലെ, സംസാരിക്കുന്നു. കുട്ടികളിൽ വളരെ അതെ, ഈവൻ സ്റ്റഡീസിലും അത് തന്നെയാണ്. ചൈൽഡ് വളരെ കുഞ്ഞു ഇൻഫന്റുകൾ, കുഞ്ഞു കുട്ടികളിലും അല്ലാതെ സ്കൂൾ ഏജിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ചോക്കിങ് വരുന്നത്. അഡൽട്ട് ഏജ് ഗ്രൂപ്പിലാണ് കാർഡിയാക് അറസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഈ ക്ലാസ് കൊടുത്തപ്പോ ഉപകാരമായിരിക്കില്ല ഈ ചോക്കിങ്ങിന്റെ ഒക്കെ? അതെന്താ? അല്ല, അതിപ്പോ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലില് പ്രഗ്നൻസി അല്ലെ, ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമ്പോൾ
അമ്മയ്ക്കും അല്ലെ ഫാദർ ആൻഡ് മദർ പാരൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ അതിൽ ഇതൊക്കെ വരുന്നുണ്ട്. ചോക്കിങ് എങ്ങനെ ചെയ്യണം, കൊച്ചിനെ ഫീഡ് കൊടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പ് പുറകിൽ തട്ടണം, ബേപ്പ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുള്ള ഹോസ്പിറ്റൽസിലല്ല, ഞങ്ങൾ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ ഡോക്ടറിന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇതൊരു ഒരു വയസ്സിനുള്ളിൽ താഴെ ഒരു വയസ്സ് വരെയുള്ളതാണ് ഇൻഫന്റ് എന്ന് പറയുന്നത്. ആ ഒരു ഏജ് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ചോക്കിംഗ് ആയി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാല് ഈ കുട്ടികൾ കരയില്ലേ, എന്ത് കാര്യത്തിനും വേണേലും കരയും അല്ലേ. ഈ കുട്ടികൾ എന്തിനാ കരയുന്നതെന്ന് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. സോ ഈ ചോക്കിംഗ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സഡൻ ആയിട്ട് ക്രൈ സ്റ്റോപ്പായി, കരയുന്ന നിന്നു പോകും. അതുപോലെ തന്നെ സൈനോസിസ് എന്ന് പറയും. ഈ രണ്ട് എക്സ്ട്രീമിറ്റീസിലല്ല, കൈയിന്റെ വെള്ളയില്, കാലിന്റെ വെള്ളയില്, ചെസ്റ്റില്, ഫേസില്, ലിപ്പിലൊക്കെ ഒരു നീല കളർ പോലെ വരും. അങ്ങനെയാണെങ്കിൽ പക്ഷെ ബേബി കോൺഷ്യസ് ആയിരിക്കും അല്ലെ, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കുക ഈ കുട്ടി ചോക്കിംഗ് ആണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യാം, എന്തോ തൊണ്ടയിൽ കുടുങ്ങിയെന്നുള്ള കാര്യം ഉറപ്പാക്കുക. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടീനെ ഒരു ചെയർ എടുത്തിരിക്കുക. ചെയറിൽ ഓക്കെ, കുഞ്ഞിന്റെ കാല് നമ്മളുടെ ഫോറാമിൽ സപ്പോർട്ടായിരിക്കണം. ബേബിന്റെ നെക്കില് ക്ലച്ച് ചെയ്യുകയോ ഫേസിൽ മീൻസ് കവർ ചെയ്യുകയോ ചെയ്യരുത്. മൗത്ത് ഓപ്പൺ ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ബേബിന്റെ ചിന്നിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ മൗത്ത് ഓപ്പൺ ആയിരിക്കണം, കാരണം ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരണമല്ലോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബേബിനെ നമ്മുടെ ഫോറാമിൽ സപ്പോർട്ട് മീൻസ് നമ്മുടെ തയ്യിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ തയ്യിൽ സപ്പോർട്ട് ചെയ്യാം, കാലിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ബേബി കോൺഷ്യസ് ആയ സ്ഥിതിക്ക് ബേബി സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് ഹെഡ് എപ്പോഴും ബിലോ ദ ചെസ്റ്റ് ലെവലിന് താഴെ ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കൈയിന്റെ അടുത്ത കൈയുടെ ഹീൽ യൂസ് ചെയ്തിട്ട് ബേബിന്റെ 2 ഷോൾഡർ ബ്ലേഡിന് നടുക്കായിട്ട് 5 പ്രാവശ്യം സ്ലാപ്പ് ചെയ്യാം. 2, 3, 4, 5 ടൈംസ് സ്ലാപ്പ് ചെയ്യുക. അതിനുശേഷം ബേബിന്റെ ഹെഡ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ ബേബി താഴെ പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹെഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലെ കൈയിലേക്കും കാലിലേക്കും സപ്പോർട്ട് ചെയ്യാം. അടുത്ത കൈയിന്റെ ഹീൽ യൂസ് ചെയ്ത് ബേബിന്റെ ചെസ്റ്റിൽ 5 പ്രാവശ്യം ത്രസ്റ്റ് കൊടുക്കുക. 1, 2, 3, 4, 5. സെയിം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ എത്ര സമയം വരെയാന്ന് വെച്ചാൽ ബേബി ഈ ഒബ്ജക്റ്റ് പുറത്ത് വരുന്നിടം വരെ കണ്ടിന്യൂ ചെയ്യുക. തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പുറത്ത് വരുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ബേബി അൺറെസ്പോൺസീവ് ആയാൽ അതുവരെ കണ്ടിന്യൂ ചെയ്യാം. അൺറെസ്പോൺസീവ് ആയാൽ എന്ത് ചെയ്യാം, CPR ചെയ്യുക. അതാണ് മാനേജ്മെന്റ് ചോക്കിങ്ങിന്റെ ഇൻഫാന്റിൽ. എപ്പോഴും കാലിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഹെഡ് താന്നിരിക്കാൻ ശ്രമിക്കുക. സോ പോക്കറ്റ് മാസ്ക്, അത് റെസ്പിറേറ്ററി അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ബ്രത്ത് മാത്രം കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതിൽ ഇതാണ് പോക്കറ്റ് മാസ്ക് എന്ന് പറയുന്നത്. പോക്കറ്റിൽ വെക്കാവുന്നതാണ്. അതുകൊണ്ട് പോക്കറ്റ് മാസ്ക് പോക്കറ്റിലൊക്കെ എടുത്ത് തുടങ്ങിയത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മാസ്ക് ഉണ്ടാവും, ഒരു കണക്ടർ ഉണ്ടാവും ഇതുപോലെ. ഓക്കെ, ഇത് വേറെ വേറെ മാറ്റി മാറ്റി ഉപയോഗിക്കാനാണ്. മാസ്കിൽ ഇത്രയുള്ള ഒരു കുഷനാണിത്, നന്നായിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നാരോ പോർഷൻ ഉണ്ട്, ഒരു വൈഡ് ആംഗിൾ ഉണ്ട്. നാരോ നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജിലേക്ക് വെക്കുക അല്ലേ, മൂക്കിൻ്റെ പാലം എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് വെക്കുക, കവർ ചെയ്യും. അപ്പോൾ മൗത്തും നോസും ടോട്ടലി കവറാവും. ഇത് അമർത്തി പിടിക്കുക. എന്നിട്ട് ഇത് പല പല മോഡലും പല പലതായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ഊതാൻ വേണ്ടിയിട്ടൊരു സ്പേസാണിത്, ഒരു മൗത്ത് പീസ്. ഇതിലൂടെ കൃത്യമായിട്ട് ഊതുക. ഊതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എയർ നേരെ ലങ്സിലേക്ക് പോകും. ഊതുമ്പോൾ എന്ത് കാണും, ചെസ്റ്റ് മൂവ്മെൻറ്റ് കാണും. അപ്പോൾ കാണുന്നുണ്ടോ, ഗുഡ് സൈൻ, എയർ അകത്തോട്ട് പോയി. അപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റിലുള്ള ആൾക്ക്, കാരണം പൾസ് ഉണ്ട്, ബ്രീത്തിങ് ഇല്ല, അങ്ങനെയെങ്കിൽ അവരെ നേരെ കിടക്കുമായിരിക്കുമല്ലോ പേഷ്യൻ്റ്, അൺകോൺഷ്യസ് ആയിരിക്കും. ഇനി നേരെ ചെല്ലുക, ഇത് വെക്കുക. എന്നിട്ട് എയർ അകത്തോട്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾക്ക് നോർമലി ഉമിനീര് ഇറക്കാമല്ലോ, ഈ ഒരു പൊസിഷനിൽ ഉമിനീര് ഇറക്കാം. നേരെ എയർ ഇങ്ങനെ നമ്മൾ തല ഇങ്ങനെ മുകളിലോട്ട് പോകും, ചിൻ ലിഫ്റ്റിംഗ് എന്ന് പറയും. നേരെ ഇങ്ങനെ വെച്ച് നമ്മൾ ഉമിനീര് ഇറക്കാൻ നോക്കിയാൽ പോവില്ല. പോകുന്നുണ്ടോ, ഇല്ല, ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെയാകുമ്പോൾ എയർവേ ഓപ്പൺ ആവുകയാണ് നമ്മുടെ. കാരണം പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ, കാർഡിയക് അറസ്റ്റിലാണെങ്കിലും റെസ്പിറേറ്ററി അറസ്റ്റിലാണെങ്കിലും പേഷ്യൻ്റ് അൺകോൺഷ്യസ്, നമ്മൾ ആരും അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാക്ക് പുറകോട്ട് പോകും. എന്നിട്ട് അതുകൂടെ എയർവേനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ആ എയർവേ ബ്ലോക്ക് ഓപ്പൺ ആവും. എന്നിട്ട് വേണം ബ്രത്ത് കൊടുക്കുക. അപ്പോൾ നേരെ കിടത്തുക, ചിന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കണം. ഹെഡിൽ ചിൻ ലിഫ്റ്റ് എന്ന് നമ്മൾ പറയാം. ഒന്ന് നിവർത്തി പിടിച്ചിട്ട് വേണം ബ്രത്ത് കൊടുക്കാൻ. മാസ്ക് കൊടുക്കുന്നു, ബ്രത്ത് കൊടുക്കുന്നു. ഒരു ബ്രത്ത് കൊടുക്കുക, 6ാം സെക്കൻഡിൽ അടുത്ത ബ്രത്ത്, അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. 1 ബ്രത്ത് എവറി 6 സെക്കൻഡ്സ് ആണ് അത്. അതായത് 1 മിനിറ്റിൽ 10 ബ്രത്ത് വരുന്നവരെ. ഓക്കെ, അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാ 2 മിനിറ്റ്സിൽ പൾസ് കൂടെ നോക്കണം. കാരണം ഈ മുമ്പോട്ട് പോകുന്നതിലോ പൾസും പോയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ നോക്കി, 2 മിനിറ്റ് കഴിഞ്ഞ് പൾസ് ഉണ്ട്, ബ്രീത്തിങ്ങില്ല, വീണ്ടും തന്നെ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കി പൾസും പോയാൽ നമുക്കറിയാം CPRലേക്ക് വേണം. അപ്പോൾ ഇതാണ് അഡൽട്ടിൽ ചെയ്യുന്നത്. ചൈൽഡിൽ ഇൻഫൻറ്റിലാണെങ്കിൽ 1 ബ്രത്ത് എവറി 2 to 3 സെക്കൻഡ്സ് ആണ്. ഇതേ മെത്തേഡ് തന്നെയാണ്. മാസ്ക് ഉപയോഗിക്കുക. അതിൽ ചെറിയ മാസ്ക് ആയിരിക്കും, ചെറിയ മാസ്ക് അവൈലബിൾ ആണ്. കുഞ്ഞുകുട്ടികൾ വളരെ ചെറിയ മാസ്ക് ഉണ്ടാവും.
വെക്കുക. 1 breath every 2 to 3. ഒരു ബ്രത്ത് കൊടുക്കുന്നു, 2 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ബ്രത്ത് കൊടുക്കും. 3 സെക്കൻഡിൽ 3 സെക്കൻഡ് ഒരു ബ്രത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് റെസ്പിറേറ്ററി ആസിഡ്. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും സംഭവിക്കുക ഫസ്റ്റ് ചാൻസ് റെസ്പിറേറ്ററി. ഈ ഒരു കാരണം നമ്മൾ CPR കൊച്ചുവിനെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ എന്താ പറയുക അപ്ലിക്കേറ്റർ, അതായത് ഇതേപോലുള്ള ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രീത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, സോ ബ്രീത്ത് മീൻസ് ബ്രീത്ത് കൊടുക്കേണ്ടാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് മറ്റുള്ള രീതിയിൽ ഇപ്പൊ ഇതേപോലെ ടൂൾസ് ഒന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പ്രാക്ടിക്കലി നമുക്ക് ഇതൊന്നും കിട്ടില്ല. ഓക്കെ, നമുക്ക് അല്ല എന്നാൽ നമുക്ക് ശ്വാസം കൊടുക്കണം എന്ന് നമുക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ കേസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ല ഞാൻ പറഞ്ഞു നമ്മൾ വേറെ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലൈക്ക് അപ്ലിക്കേറ്റേഴ്സ് പോലെ നമുക്ക് എന്തെങ്കിലും ഇല്ല. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവർ, അതിന് നടുക്ക് മാത്രം ഒരു ഓപ്പൺ, അത് വെച്ചിട്ട് അതിലൂടെ ബ്രത്ത് കൂടെ ടച്ച് വരുന്നില്ലല്ലോ. പക്ഷെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അതൊന്നും പ്രാക്ടിക്കൽ, കാരണം എയർ ലീക്ക് ആകുമല്ലോ. എയർ സീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ ബലൂൺ ഫിൽ ചെയ്യില്ലേ, ബലൂൺ വീർപ്പിക്കുന്ന അത്രയും സീൽഡ് ആയിരിക്കണം നമ്മുടെ എയർ, നമ്മുടെ മൗത്തും പേഷ്യന്റെ മൗത്തും തമ്മിൽ. അതുകൊണ്ടാണ് മൗത്ത് ടു മൗത്ത് പോസിബിൾ ആണ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഓക്കെ ക്ലോസ് റിലേറ്റീവ് ആണ്, അങ്ങനെ നമുക്ക് ബ്രത്ത് കൊടുക്കണം, നമുക്കറിയാം. അങ്ങനെയുള്ള കേസിൽ ബ്രത്ത് കൊടുക്കുക, നമ്മൾ മൗത്ത് ടു മൗത്ത് എന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ വേറെ ഓപ്ഷൻസും ഇല്ല. ഇതുപോലുള്ള പോക്കറ്റ് മാസ്ക് ഉപയോഗിക്കാന്നുള്ളത്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ബ്രത്ത്. കംപ്രഷൻ മാത്രം കൊടുക്കുക, CPR കംപ്രഷൻ മാത്രം കൊടുക്കുക. കൈ വെച്ച് കൊടുത്താലൊന്നും നമുക്ക് ലീക്കിംഗ് വരില്ല എന്തായാലും, ഉറപ്പല്ലേ? ചിന്തിച്ചാൽ മതിയല്ലോ. പേപ്പർ ചുറ്റി വെച്ച് കൊടുക്കുന്നൊന്നും കാര്യമില്ല. അതിലും നല്ലത് അത്രയും കൂടെ സമയം, അതിനുള്ള സമയം വേസ്റ്റ് ചെയ്തതിനും കൂടെ നമ്മൾ എന്തിലേക്ക് പോകാം? CPR പോവാ, ഇൻ കാർഡിയാക് അറസ്റ്റ്, കംപ്രഷനിലേക്ക്. ഈ പൾസ് നോക്കുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് CPR കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളനങ്ങില്ലേ അല്ലെ, ആൾ ചാടി എഴുന്നേക്ക് അനങ്ങാ ബഹളം ഒക്കെ, എന്തെങ്കിലും മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിർത്തിക്കോളും. ഓക്കെ, സംഭവിക്കാം. ഒബ്വിയസ് ആണ്, നമുക്ക് സംശയം പൾസ് ഉണ്ടായിരുന്നു, ശ്വാസം ഞാൻ കാണുന്നുണ്ടോ അല്ലെ, ഒക്കെ സംഭവിക്കാം. ബസ് ഒക്കെ ആണെങ്കിൽ അല്ലെ ഓടുന്ന ഒരു മൂവ്മെന്റ് അങ്ങനെയൊക്കെ സംഭവിക്കാം. എനിവേ നിങ്ങൾ കൊടുത്തു ഒന്ന് പെട്ടെന്ന് അയാൾ അനങ്ങുന്നുണ്ട്, ബഹളം വെച്ച് കണ്ട ഉടനെ നിർത്താലോ നമുക്ക്. ബോട്ടിലൊക്കെ ആണെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മള് അനങ്ങുന്നില്ല, വിളിച്ചു നോക്കിയാലോ, ഹലോ വിളിച്ചു നോക്കുക, അനങ്ങുന്നില്ല, ഒരു അനക്കവും കാണുന്നില്ല, സ്റ്റാർട്ട്. ഇനി നമ്മൾ 1 2 തുടങ്ങിയപ്പോൾ തന്നെ അയാൾ അനങ്ങാൻ തുടങ്ങി, നിർത്താം, ഉടനെ പൾസ് നോക്കാം വീണ്ടും.